നമ്മളിന്ന് +2 സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ മെട്രിസസ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസും. അടുത്ത 2 ചാപ്റ്റേഴ്സ്, അതായത് മെട്രിസസും ഡിറ്റർമിനൻസും, മറ്റ് ചാപ്റ്റേഴ്സുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഇനിയും വരുന്ന ചാപ്റ്ററുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഇതിലില്ല. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസസ് ആണ്. നമുക്ക് മെട്രിസസ് എന്താണെന്ന് മെട്രിസസ് ആണ് ചാപ്റ്റർ. Matrix is a rectangular arrangement of numbers or functions in rows and columns. It is a rectangular arrangement. അത് ഫങ്ഷൻസ് ആവാം, നമ്പേഴ്സും ആവാം. അങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2, 3, -1, 1, 0, 4. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ്. മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ഈ നമ്പേഴ്സിനെ എഴുതിയിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്പേഴ്സിനെ എഴുതും. വായിക്കേണ്ടത് മെട്രിക്സ് 2, 3, -1, 1, 0, 4. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ എലിമെന്റ്സ്, അതായത് ഈ നമ്പേഴ്സിനെല്ലാം നമുക്ക് എലിമെന്റ്സ് ഓർ എൻട്രീസ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ എൻട്രീസ് ആണ് 2, 3, -1, 1, 0, 4. അതേപോലെ മറ്റൊരു മാട്രിക്സ് x, 2x, x + 1, 1, x² - 1, x - 1, x³ 1 + x 2. ഇത് മറ്റൊരു മെട്രിക്സ് ആണ്. ഇവിടുത്തെ എൻട്രീസ് ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് ആണ് ഇവിടുത്തെ എൻട്രീസ്. ഈ മെട്രിക്സിന് നമുക്ക് പേര് കൊടുക്കാം. ഈ ഫസ്റ്റ് മെട്രിക്സിന് സാധാരണ മെട്രിക്സിന് പേര് കൊടുക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഹിയർ ദിസ് മെട്രിക്സ് A is equal to matrix 2, 3, -1, 1, 0, 4. അതേപോലെ B is equal to matrix x, 2x, x + 1, 1, x² - 1, x - 1, x³ 1 + x 2. അപ്പോൾ മെട്രിക്സ് എന്താണെന്നറിയാം. It is a rectangular arrangement of numbers or functions. ഇവിടെ നോക്കി, ഇവിടെ ഈ മെട്രിക്സിന് 2 റോസും 3 കോളംസും ആണ്. 2 റോസും 3 കോളംസും. Here first row, here second row. അതേപോലെ here first column, here second column, here third column. അതുകൊണ്ട് ഈ മെട്രിക്സിന്റെ ഓർഡർ 2/3 ആണ് പോയത്. 2/3. പക്ഷെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ബൈക്ക് പകരം 2/3, 2 × 3 എന്ന് എഴുതും. വായിക്കേണ്ടത് 2/3. ഈ മെട്രിക്സിന്റെ ഓർഡർ 2/3. അതേപോലെ ഈ മെട്രിക്സിന്റെ ഓർഡർ 3 റോസ് ഉണ്ട്, അതേപോലെ 3 കോളംസ് ഉണ്ട്. Therefore, it is of order 3/3.
അപ്പോൾ എയുടെ ഓർഡർ, എ എന്നുള്ള മെട്രിക്സിന്റെ ഓർഡർ 2/3, ബിയുടെ മെട്രിക്സിന്റെ ഓർഡർ 3/2. അതായത് നമ്പർ ഓഫ് റോസ് ക്രോസ് നമ്പർ ഓഫ് കോളംസ്, നമ്പർ ഓഫ് റോസ് ക്രോസ് നമ്പർ ഓഫ് കോളംസ്, അതായിരിക്കും ഓർഡർ ഓഫ് മെട്രിക്സ്. നമുക്കൊരു ജനറൽ മെട്രിക്സ് എഴുതാം. ഓർഡർ m/n ഉള്ള ഒരു ജനറൽ മെട്രിക്സ്, അതായത് m റോസും n കോളംസും ഉള്ള ഒരു മെട്രിക്സ്. ആ മെട്രിക്സിന് ഞാൻ എ എന്ന പേര് കൊടുത്തു. A is equal to, ഇവിടെ m റോസ് ആണ്, n കോളംസ്. അതിലെ ഓരോ എലിമെന്റ്സും എങ്ങനെയാണെന്ന് നോക്കി. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റിനെ A11, ഇവിടെ വായിക്കേണ്ടത് A11 എന്നിട്ട്. അതേപോലെ സെക്കൻഡ് എലിമെന്റ് A12, ഫസ്റ്റ് റോയിലെ തേർഡ് എലിമെന്റ് A13, എക്സെട്ര. ഇവിടെ എത്ര റോസും എത്ര കോളംസ്? m റോസും n കോളംസ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ എത്ര എലിമെന്റ്സ് കാണും? n എലിമെന്റ്സ് കാണും. അതുകൊണ്ട് ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലിമെന്റ് ഇങ്ങനെയായിരിക്കും, A1n. സെക്കൻഡ് റോ A21, A22, A23, etc. A2n. Similarly, third row A31, A32, A33, etc. A3n. അങ്ങനെ ഇവിടെ എത്ര റോസ് ഉണ്ട്? m റോസ്, etc. ലാസ്റ്റ് റോ ഇടുന്നു AM1, AM2, AM3, etc. AMN. നമ്മളിവിടെ m/n ഓർഡറുള്ള ഒരു ജനറൽ മെട്രിക്സ് എഴുതും. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ജനറൽ എലിമെന്റ്, ജനറൽ റോ, അതായത് ith റോയും jth കോളവും ഇടുന്നു. ith റോ ഇടുന്നു നോക്കി. അപ്പൊ ഇതിന് ജനറൽ ഇവിടെ എവിടെയും വരാം. ഐയുടെ വാല്യൂ 1 to m, ഏത് സംഖ്യയും വരാം. ഒരു ജനറൽ റോ നമ്മൾ ഇവിടെ എഴുതുന്നു AI1, AI2, AI3, etc. AIN. അതേപോലെ ഒരു ജനറൽ കോളം എഴുതുന്നു. ദാറ്റ് ഈസ് jth കോളം. ഹിയർ A1j, A2j, A3j, etc. ലാസ്റ്റ് എലിമെന്റ് ആ കോളത്തിലെ AMJ. ഈ ജനറൽ റോയും കോളവും ഇന്റർസെക്ട് ചെയ്യുന്ന പോർഷനിൽ വരുന്ന എലിമെന്റ് AIJ ആയിരിക്കും. ഇതായിരിക്കും ജനറൽ എലിമെന്റ്. മെട്രിക്സിലെ ഒരു ജനറൽ എലിമെന്റ് ആണ് AIJ. AIJ എന്ന് പറയുന്നത് ഈ മെട്രിക്സിലെ ഒരു ജനറൽ എലിമെന്റ് ആണ്. ആ മെട്രിക്സ് എഴുതിയിരിക്കുന്നത് നോക്കാം. A11, A12, A13, A1j, etc. A1n. Then A21, A22, A23, A2j, etc. A2n, etc. AI1, AI2, AI3, AIJ, etc. AIN. Last row, etc. Last row AM1, AM2, AM3, etc. AMJ, etc. AMN. ഇങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം ജനറൽ ഫോമിൽ. മെട്രിക്സ് AIJ. It is a matrix of order m/n. Here I ranges from 1 to m. m-ന്റെ വാല്യൂ 1 മുതൽ m വരെ വരും. അതേപോലെ n-ന്റെ വാല്യൂ 1 മുതൽ
എന്നിവരെയും വേരി ചെയ്യും. അതിങ്ങനെ എഴുതാം, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു J ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇതായിരിക്കും ഒരു ജനറൽ മെട്രിക്സ്. That is matrix Aij. It is of order M by N. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന മെട്രിക്സിന്റെ എല്ലാം എൻട്രീസ് അല്ലെങ്കിൽ എലിമെന്റ്സ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എലിമെന്റ്സ് മെട്രിക്സിന്റെ എല്ലാം എൻട്രീസ് എലിമെന്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, എഴുതിയെടുത്തോളാം. ഓക്കെ, നമുക്കൊരു ജനറൽ മെട്രിക്സ്, ഒരു മെട്രിക്സ് എഴുതാം. മെട്രിക്സിന്റെ എക്സാമ്പിൾസ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് a 3/2 matrix ഒരു 3/2 matrix എഴുതാം, whose elements are given by Aij is equal to 1/2 modulus I minus 3j. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് സിമ്പിളാണ്, ഒരു എൻട്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഒരു മെട്രിക്സ് ഫോം ചെയ്യണം, 3/2 മെട്രിക്സ്. അതിന്റെ ജനറൽ എലിമെന്റ് ഇവിടെ പറയുന്നത് Aij. ഐയും ജെയും, ഐ റോ നമ്പറാണ്, ജെ എന്നുള്ളത് കോളം നമ്പറാണ്. ഇതിന്റെ ഓർഡർ പറയുന്നുണ്ട് 3/2, അതായത് 3 റോയും 3 കോളവും കാണും. അപ്പൊ എലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്ക് A11 ഐയുടെ പ്ലേസിൽ 1, ജെയുടെ പ്ലേസിൽ 1, 1/2 into 1 minus 3. That is 1/2 into minus 2. Minus 2/2 is minus 1. Minus 1 modulus of minus 1. That is equal to. Again A12 1/2 into I1 J2 1 minus 3 into 2. That is 1/2 into 1 minus 6 minus 5. That is 5/2. Then ഇവിടെ 3 റോസ് ആണ്, ഫസ്റ്റ് റോയിൽ 2 കോളംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് റോയിൽ 2 എലിമെന്റ്സ് മതി. അടുത്ത സെക്കൻഡ് റോ A21 1/2 into 2 minus 3. That is 1/2 into modulus of minus 1 is 1/2. Again A22, that is 1/2 into modulus of 2 minus 3 into 2. It is 1/2 into 2 minus 6 minus 4. 4/2 minus 4 into modulus 4, 4/2. Second row incomplete. Third row A31 1/2 into 3 minus 3. That is 1/2 into 0. 0 ആണ് element. Last element A32. That is equal to 1/2 into 3 minus 3 into 2, 6. That is 1/2 into minus 3. 1/2 into modulus of minus 3. That is 3/2.
നമുക്ക് ആ മെട്രിക്സ് എഴുതാം. മെട്രിക്സ് എങ്ങനെ വരും നോക്കാം. 1 ഫസ്റ്റ് റോയിൽ എലിമെന്റ് 1 5/2, സെക്കൻഡ് റോ 1/2 2, തേർഡ് റോ 0 3/2. മെട്രിക്സ് എഴുതാം. A is equal to matrix 1 5/2 1/2 2 0 3/2. ഇതുപോലൊരു മെട്രിക്സ് നമുക്ക് ഫോം ചെയ്യാം. സാധാരണ ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ ഫൈനൽ ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണും. സിമ്പിളാണ്, എല്ലാവർക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, എഴുതിയെടുത്തല്ലോ. നമുക്ക് മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, ഏതൊക്കെ ടൈപ്സ് മെട്രിക്സസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെട്രിക്സ് റോ മെട്രിക്സ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കറിയാം, ഒരൊറ്റ റോയുള്ള മെട്രിക്സ് ആണ്. മെട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ is called the row matrix. For example, A is equal to matrix 2 minus 1 3. ഒരൊറ്റ റോയുള്ള മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ ഇറ്റ് ഇസ് ഓഫ് ഓർഡർ 1/3. ഈ മെട്രിക്സിന്റെ ഓർഡർ 1/3 ആണ്. ഒരു റോയും 3 കോളം ഉണ്ട്. ഓക്കെ, അതേപോലെ അടുത്തത് കോളം മെട്രിക്സ്. രണ്ടാമത്തെ ടൈപ്പാണ് കോളം മെട്രിക്സ്. എന്തായിരിക്കും? A matrix having only one column is called a column matrix. For example, B is equal to 2 0 ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 3/1. 3 റോയും 1 കോളവും ഉള്ള മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് കോളം മെട്രിക്സ്. Then സ്ക്വയർ മെട്രിക്സ്. മൂന്നാമത്തെ ടൈപ്പ് സ്ക്വയർ മെട്രിക്സ്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, സ്ക്വയർ എന്താണെന്ന് അറിയാം, ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ സ്ക്വയർ മെട്രിക്സ് മീൻ ചെയ്യുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. A matrix having equal number of rows and columns is called a square matrix. For example, A is equal to 2 minus 3 1 0. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. 2 റോയും 2 കോളും. അതായത് ഇതിന്റെ ഓർഡർ 2/2 ആണ്. നമ്മൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. Square matrix of order 2. Matrix of order 2. Another example, 3 is equal to 1 minus 3 0 minus 2 4 8 7 9 minus 3. This also is square matrix. ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. ഇതിന്റെ ഓർഡർ 3 ആണ്. അതായത് ഇതിന്റെ ഓർഡർ 3/3 ആണ്. It is a square matrix of order 3. ഈ സ്ക്വയർ മെട്രിക്സ് ശ്രദ്ധിച്ച്, ഈ സ്ക്വയർ മെട്രിക്സ്, ഈ ഓർഡർ 3 ഉള്ള സ്ക്വയർ മെട്രിക്സിൽ ഈ എലിമെന്റ്സ് 1 4 3
എലിമെന്റ്സിനെ നമുക്ക് ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയാം. ആ ഡയഗണൽ പോർഷനിൽ കിടക്കുന്ന എലിമെന്റ്സ് ആണ്, അതുകൊണ്ട് ഇതിനെ ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയാം. അപ്പൊ ഈ എലിമെന്റ്സ് തന്നെയാണ് ഡയഗണൽ എലിമെന്റ്സ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സ്. അപ്പൊ പ്രിൻസിപ്പൽ ഡയഗണൽ എലിമെന്റ്സ് ഓർ സിംപ്ലി ഡയഗണൽ എലിമെന്റ്സ് മീൻസ് 1, 4, -5. ഈ ഡയഗണൽ തിരിച്ചുള്ള ഡയഗണൽ അല്ല, ഇതാണ് ഡയഗണൽ എലിമെന്റ്സ്. ലെഫ്റ്റ് ടോപ്പിൽ തുടങ്ങി റൈറ്റ് ബോട്ടമിൽ അവസാനിക്കുന്ന എലിമെന്റ്സ് ആണ് ഡയഗണൽ എലിമെന്റ്സ്. അപ്പൊ ഇവിടെ 1, 4, -5. ഇവിടെയാണെങ്കിൽ 2 ഉം 0. രണ്ട് ഡയഗണൽ എലിമെന്റ്സ് ആണ് 2 ഉം 0. അപ്പൊ ഡയഗണൽ എലിമെന്റ്സ് ഇതാണ്, അതാണ്. Then next, diagonal matrix. നാലാമത് diagonal ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എന്താണെന്ന് അറിയാം എങ്കിൽ ഡയഗണൽ മെട്രിക്സ് മീൻസ് ഈ ഫോമിലുള്ള മെട്രിക്സ് ആണ്. 2, 0, 0, 0, 3, 0, 0, 0, -. ഇവിടെ എന്താണ് പ്രത്യേകത? ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം സീറോസ്. That means a diagonal matrix is a square matrix whose elements except the diagonal elements are zero. അപ്പോൾ ഇവിടുത്തെ മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാം സീറോസ് ആയി. ഇങ്ങനെയുള്ള മെട്രിക്സിനെയാണ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് is equal to 2, 0, 0, 0, 3, 0, 0, 0, -. It's a diagonal matrix of order 3. മറ്റൊരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ഓർഡർ 2 ഉള്ള ഒരു ഡയഗണൽ മെട്രിക്സ് -1, 0, 0, 4. ഇവിടെയും ഡയഗണൽ എലിമെന്റ്സ് ഒഴിച്ച് ബാക്കി രണ്ട് എലിമെന്റ്സേ ഉള്ളൂ. അത് രണ്ടും 0. ഇത് ഡയഗണൽ മെട്രിക്സ്. Then diagonal matrix, ഇതിൽ നമുക്ക് സ്കേലാർ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. The next, scalar matrix. Scalar matrix is first of all it is a diagonal matrix. അപ്പോൾ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ് സ്കേലാർ മെട്രിക്സ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കും, ഓർ ഈക്വൽ ആയിരിക്കും. 2, 0, 0, 0, 2, 0, 0, 0, 2. ഇവിടെ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഇവിടെ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഈ ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ് സ്കേലാർ മെട്രിക്സ്. നെക്സ്റ്റ്, ഐഡന്റിറ്റി മെട്രിക്സ്. Identity matrix 1, 0, 0, 0, 1, 0, 0, 0. ഈ ഫോമിലുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ എന്താണ് നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ നോക്കാം? ഇറ്റ്സ് എ സ്ക്വയർ മെട്രിക്സ് whose diagonal elements are unity and all other elements are zeros. അപ്പോൾ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം യൂണിറ്റി ആയിരിക്കും, ഒന്നായിരിക്കും. മാത്രമല്ല ബാക്കിയുള്ള എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഇങ്ങനെയുള്ള മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഇതൊരു സ്കെലാർ മെട്രിക്സ് ആണ്, ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഈ ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം യൂണിറ്റി ആണെങ്കിൽ അതെന്തായിരിക്കും? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇതിനെ നമുക്ക് ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ക്യാപിറ്റൽ ഐ. That is, it is a diagonal or identity matrix of order 3.
I3 എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് ആണ് I3. ഇനി I2 എന്താണെന്ന് നോക്കാം. I2 that is identity matrix of order 2 1 0 0 1. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓർ ഐഡന്റിറ്റി മെട്രിക്സിന് യൂണിറ്റ് മെട്രിക്സ് എന്നും പറയാറുണ്ട്. ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് 1 0 0 1. That is of order 2. Order 2 ഉള്ള യൂണിറ്റ് മെട്രിക്സ് ആണ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. അതായത് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെട്രിക്സ് ഈ ഫോമിലായിരിക്കും. എ ഐ ജെ ഹിയർ എ ഐ ജെയില് ഐയും ജെയും ഈക്വൽ ആവുന്ന കേസിൽ ഇതെല്ലാം 1 ആയിരിക്കും. ഐയും ജെയും ഡിഫറൻ്റ് ആവുന്ന കേസിൽ ഇതെല്ലാം 0s ആയിരിക്കും. ആ മെട്രിക്സിലെ എലിമെന്റ്സ് എല്ലാം 0s ആയിരിക്കും. അതായത് എ ഐ ജി ആണെങ്കിൽ എ ഐ ജി is equal to 1 if I is equal to j and is equal to 0 if I not is equal to. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സിനെ ഡിഫൈൻ ചെയ്യാം. എ ഐ ജെ മെട്രിക്സ് എ ഐ ജെ is identity matrix where each aij is equal to 1 if I is equal to j and is equal to 0 if I not is equal to j. നമുക്ക് ലാസ്റ്റ് ഒരു ടേക്ക് കൂടെ ഉണ്ട്. നൾ മെട്രിക്സ് or zero matrix. പേരിൽ നിന്ന് തന്നെ അറിയാം, ഒരു മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? നൾ മെട്രിക്സ് or zero matrix. A matrix of the form this state. The matrix 0 0 0 0 0 0 0 0 0. It's null matrix or zero matrix. ഇതിനെ നമുക്ക് 0 കൊണ്ട് ഡിനോട്ട് റെപ്രസെന്റ് ചെയ്യാം. 0 is equal to matrix 0 0 0 0 0 0 0 0 0. It's a zero matrix or null matrix of order 3. Order 3 ഉള്ള ഒരു zero matrix ആണ്. Order 2 ഉള്ള zero matrix എന്തായിരിക്കും? 0 is equal to 0 0 0. അപ്പോൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? Different types of matrices. First one, row matrix. A matrix having only one row. Second one, a column matrix. A matrix having only one column. Then square matrix. Number of rows and number of columns are equal. Then it is a square matrix. Number of rows and number of columns തുല്യമാണെങ്കിൽ അത് square matrix ആയിരിക്കും. Then scalar diagonal elements. Diagonal elements എന്താണെന്ന് അറിയാം. ഡയഗണൽ പോർഷനിൽ കിടക്കുന്ന എലിമെന്റ്സ് ആണ് ഡയഗണൽ എലിമെന്റ്സ്. പിന്നെ ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ എലിമെന്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആണെങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ്. ദെൻ സ്കേലാർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ അത് സ്കേലാർ മെട്രിക്സ് ആണ്. ദെൻ ഐഡന്റിറ്റി മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം, ബാക്കിയെല്ലാം 0 ആണെങ്കിൽ അത് ഐഡന്റിറ്റി മെട്രിക്സ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ I3 I2 എല്ലാം നമ്മൾ പഠിച്ചു. ദെൻ നൾ മെട്രിക്സ്. നൾ മെട്രിക്സ് എന്താണെന്ന് അറിയാം, എല്ലാ എലിമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് 0 കൊണ്ട് 0 യൂസ് ചെയ്യാം. സീറോ മെട്രിക്സ്, ദാറ്റ് ഈസ് 0. ഓക്കെ, താങ്ക് യു.